ശിവു സ്ട്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് മണിക്കൂറുകളാണ് കേട്ടോ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശിവത മുറ്റമൊക്കെ അടിച്ചു വാരി, പിന്നെ ഞങ്ങൾ പശുവിന് കുറച്ച് കാൽത്തീറ്റയും വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ പശുവിന് പുല്ലരിയാനുണ്ടായിരുന്നേ. അപ്പോൾ പുല്ലൊന്നും ഇല്ലായിരുന്നു തിന്നാൻ. അങ്ങനെ ഞാനും ശിവതയും കൂടി പുല്ല് അമ്മ അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പം ഒരു 5 മണി സമയമായി കേട്ടോ. പക്ഷേ ചെറിയ മഴക്കാറൊക്കെ ഉണ്ടേനു, ചെറുതല്ല ഒരുവിധം. അതിന് തൊട്ട് മുന്നേ ഒന്നും മഴ പെയ്തായിരുന്നേ. ഉടനെ മുറ്റം എല്ലാം നനഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ശിവതയും കൂടി പതുക്കെ നടന്നേ. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്ന് ആ സമയത്ത് ഈ വാഴയിലൊക്കെ നിറച്ച് കൊലയുണ്ടായിരുന്നേ. ഏത്തവാഴയാണ് കേട്ടോ ഇത്. ഏത്തവാഴയും പിന്നെ എല്ലാ തരത്തിലുള്ള വാഴയുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഇടയ്ക്ക് ഇതിൻ്റെ കൊലയെല്ലാം വെട്ടി അവർ വാഴയുടെ ഇതെല്ലാം മാറ്റി ഇനി പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പഴയതെല്ലാം അവർ വെട്ടിക്കളഞ്ഞ് അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കലേനു. അതുകൊണ്ട് ഇപ്പോൾ വാഴയൊന്നുമില്ല അവിടെ, എല്ലാം പോയി. അങ്ങനെ ഞങ്ങൾ ആ വാഴയുടെ തോപ്പിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പാലം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അവർ തോട് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ താഴെ വീഴുവേ. അതുകൊണ്ട് നമ്മൾ താഴെയൊക്കെ നോക്കി അങ്ങനെ ശ്രദ്ധിച്ചങ്ങനെ പോകുകയാണേ. അപ്പോൾ അമ്മ അവിടെ നിന്നുകൊണ്ട് പുല്ലരിയുന്നുണ്ടായിരുന്നു കണ്ടത്തിൽ. നമ്മൾ പച്ചക്കറി നട്ട കണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയ മഴ കിട്ടിയപ്പോൾ തന്നെ നല്ലപോലെ പുല്ലുണ്ടായി അവിടെ. അപ്പോൾ പശു തിന്നുന്ന പുല്ലാണ്, അതുകൊണ്ട് നല്ല ഇളം പുല്ലായതുകൊണ്ട് പശുക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് അരിയാനായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പുല്ല് കിട്ടി കേട്ടോ. അപ്പം അമ്മയ്ക്ക് എടുത്തിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനും ശിവതയും കൂടി വന്നതാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവൾ ജസ്റ്റ് വീഡിയോ എടുക്കലാണ്, ഞാൻ എടുക്കുന്നത് കേട്ടോ പുല്ല്. അപ്പോൾ ഈ കയറ് ഇത് കെട്ടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കുവാണ് കേട്ടോ. അല്ല ഞാൻ കെട്ടിയ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും പകുതി പുല്ലുണ്ടാവില്ല. അതുകൊണ്ട് അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് കെട്ടിട്ടെന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഞാൻ പുല്ലൊക്കെ എടുക്കാനായിട്ട് നോക്കലാണ്. കയറ് വീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് കെട്ടിയിട്ട് മരിഞ്ഞ് വെച്ച പുല്ലെല്ലാം ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഞാനിങ്ങനെ എടുക്കലാണ് കേട്ടോ. നല്ല ഇളം പുല്ല്, പച്ച പുല്ലാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ പുല്ലെല്ലാം പിന്നെ കുറച്ച് കുറച്ചായിട്ട് എടുക്കലാണ് കേട്ടോ. അതിൽ അപ്പോൾ ശിവത ഇടയ്ക്ക് പറയുന്നുണ്ട് അമ്മ അരിഞ്ഞ പുല്ല് കാണിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ അവളെ അങ്ങനെ അരിഞ്ഞ പുല്ലുകളുടെ ഒരു ഇത് കാണിക്കലാണ് കേട്ടോ. അരിഞ്ഞ പുല്ലിങ്ങനെ കൂട്ടത്തോടെ എടുത്തിട്ട് നല്ല പച്ച പുല്ലാണ് കേട്ടോ. പുല്ല് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ പുല്ലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പുല്ല് കെട്ടി വെക്കാൻ എന്നെ സഹായിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നല്ല മഴക്കാറായിരുന്നേ. അതുകൊണ്ട് വേഗം ഞങ്ങളൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ അമ്മ അരിഞ്ഞു വെച്ച പുല്ല് ഞാൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പക്ഷെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മഴ പെട്ടെന്ന് തന്നെ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത്